ഉറങ്ങി എണീറ്റ്. ഞാൻ ഉറങ്ങി എണീറ്റപ്പോഴാണ് ഗെയിം പ്ലേ കളിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇൻഫിനിറ്റി ഹെൽത്ത് ഇന്നലെ ഓണാക്കാൻ മറന്നുപോയായിരുന്നു. ഇപ്പോൾ ഓണാക്കി. ഓക്കെ, വേറെ കാർ എടുക്കാം. ബൈക്ക് എടുക്കാം. നമ്മൾ ബൈക്ക് എടുത്ത് എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. നിഞ്ച കവാസാക്കി നിഞ്ചയാണ്. നിഞ്ചയ്ക്ക് അപ്ഗ്രേഡ് ആയി. ഗായ്സ് പറന്നോണ്. അപ്പം നമ്മള് പോലീസിന്റെ അടുത്ത് പോവാണ് ഗായ്സ്. നമ്മുടെ ഷിൻചാൻ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. ഷിൻചാൻ കിഡ്നാപ്ഡായി. ഷിൻചാനെ ഇന്നുവരെ കാണാൻ പറ്റത്തില്ല. അയ്യോ ഗായ്സ്, അപ്പൊ നമുക്ക് ഷിൻചാനെ എടുത്ത് നോക്കാം. ഭയങ്കര വിഷമമുണ്ട് ഷിൻചാനെ കാണാത്തോണ്ട്. ഓക്കെ, ഓടിക്കോ. സാറേ, ഷിൻചാനെ കാണാതായി. ആരോ കിഡ്നാപ്പ് ചെയ്ത് ഷിൻചാനെ. ഓക്കെ ഗായ്സ്, നമ്മള് ഷിൻചാനെ വിളിക്കുകയാണ്. പക്ഷെ ഷിൻചാന്റെ നമ്പർ ഉണ്ടല്ലോ ഗായ്സ്. ഷിൻചാനെ ഓക്കെ ഗായ്സ്, പോലീസുകാരാ. ഷിൻചാനോടെ എനിക്കറിഞ്ഞൂടാ. പ്ലീസ് ഒന്ന് പറയാ. ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരാള് അയാളെ ആ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്നാപ്പാ? സാറേ, ഷിൻചാനോടെ? ഷിൻചാൻ ഇല്ലാതെ എനിക്ക് പറ്റൂല സാറേ. കുഴപ്പമില്ല, ഷിൻചാൻ കിഡ്നാപ്പായി. ഇനി നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂല. ഷിൻചാന്റെ കിഡ്നിയൊക്കെ വലിച്ചെറിഞ്ഞ്. കിഡ്നിയൊക്കെ വലിച്ചെറിഞ്ഞ കണ്ണൊക്കെ കുത്തി പൊളിച്ചെന്നാ സാറ്? നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഒന്നുമില്ല സാറേ. എന്തോന്ന് സാറേ? എനിക്ക് ഷിൻചാനെ കിട്ടിയാലേ പറ്റുള്ളൂ. അതായിരുന്നാ പറയാൻ പറ്റേ. ഞാൻ വിചാരിച്ചെന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. അവൻ എന്തോന്ന് പറഞ്ഞു? ഒന്നുമില്ല. അവനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്നാപ്പാ? ഗായ്സ്, ഷിൻചാനില്ലാതെ എനിക്ക് പറ്റൂല ഗായ്സ്. ഷിൻചാനില്ലാതെ എനിക്ക് പറ്റൂല. എന്നാലും ഷിൻചാനെ കിട്ടിയാലേ എനിക്ക് പറ്റുള്ളൂ ഗായ്സ്. സീൻ ഡാർക്കായി. എടാ, നീ എത്ര പറയാലും ഷിൻചാനെ വരുത്തില്ല. എന്തൊന്ന് സാറേ ഇങ്ങനെയൊക്കെ പറയണോ? അത് തന്നെ. എടാ ഷിൻചാനെ, സാറേ ഷിൻചാൻ ഇതാ പറ്റൂല സാറേ. ഷിൻചാൻ ജയിലിലായ. ഞാൻ ആ കിഡ്നാപ്പറെ പിടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കിഡ്നാപ്പർ എന്തിനാ സാറേ കരയുന്നെ? ഷിൻചാന്റെ അച്ഛനാടാ മണ്ട. ഷിൻചാന്റെ അച്ഛനാ? ഷിൻചാന്റെ അച്ഛൻ എന്ത് കുറ്റം ചെയ്ത്? ഷിൻചാന്റെ അച്ഛൻ ഷിൻചാന്റെ അമ്മേനെ കഴുത്തിലേക്ക് പിടിച്ചിരുന്നു. ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നു. അവൻ കിഡ്നാപ്പറൊന്നുമല്ല, വേറെ ആരോ ആണ്. അപ്പൊ നമുക്ക് ഷിൻചാനെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? അതെങ്കിലും ആവട്ടെ. ഷിൻചാനെ കാണാനില്ലല്ലേ? നമ്മൾ അതല്ലേ തിരക്കാ വന്ന. ഇപ്പൊ വണ്ടി ഇങ്ങനെ ഓടിച്ചു.
ഒരാളങ്ങ് അടിച്ചു കൊന്നു. പക്ഷെ പോലീസിന്റെ ഫ്രണ്ടിൽ നിന്ന് പോലീസിന്റെ വെടിവെച്ച് കൊന്നു. അയ്യോ, അങ്ങോട്ടല്ലല്ലേ ഇങ്ങോട്ടല്ലേ ഇറങ്ങണ? ഇങ്ങോട്ട് ഇറങ്ങാത്തത്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് അയ്യോ ഗൈസ്, ഷിൻചാനില്ല പറ്റൂലെന്നല്ലേ പറഞ്ഞേക്കുന്ന. അപ്പോൾ ഷിൻചാന് ആവശ്യം വേണം. ഷിൻചാൻ നമ്മളെ വിട്ട് പോയി കാണും. വിഷമമുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് ജയിലിലാകുമ്പോ നമ്മൾ ജോർജ് കുട്ടീനെ പോലെ ജയിലിലാകുന്നു. അവിടെ നിന്ന് തന്നെ ജീവിക്കുന്നു. അവിടെ തന്നെ ജീവിക്കും. ഗൈസ്, അപ്പൊ നമ്മൾ ജയിലിലായി ഗൈസ്. ആയില്ലേ ഗൈസ്? നമ്മൾ ജയിലിലായില്ല ഗൈസ്. അപ്പൊ നമ്മള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരാളെ അടിച്ചു കൊന്നു. ഈ സൈഡ് ഇറങ്ങടാ. എടാ ഡാൻസ് കളിക്കാതെ ഇറങ്ങടാ. ഓ എന്താ ഇവൻ ഈ സൈഡാണ് ഇറങ്ങണം. അപ്പൊ നമുക്ക് ഈ സൈഡ് പോയി നോക്കാം. അപ്പൊ നമ്മൾ ജയിലിലായി. സാറിന്റെ വീട്ടില് കല്യാണം. സാറേ, എന്നെ എന്തിനാ സാറേ ജയിലിലാക്കിയ? സാറിന് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടാ. ഓ, വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സമൂസയും ബർഗറാണോ വച്ചു കൊടുക്കണ? നമുക്ക് മൊബൈലിൽ ഷിൻചാനെ വിളിച്ച് പറയാം. എടാ ഷിൻചാനെ, നമ്മള് സാറേ, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് ജയിലിലായത്? ഞാൻ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച്, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. നീ ജയിലിലായി. ഇനി 10 വർഷവും കൂടെ ജയിലിലാവും. നിന്നെ ഞാൻ സെൻട്രൽ ജയിലിൽ കൊണ്ടുവെക്കും, പറഞ്ഞേക്കാം. സാറേ, ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ സാറേ ജയിലിലായത്? സാറേ, എന്റെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും സാറേ. എന്തോന്നരാ പറയണ? ശരി, ഞാൻ 10 വർഷം ജയിലിലായിക്കോളാം. അപ്പൊ പോലീസിന്റെ ഇടയിൽ ജയിലിൽ കീഴടക്കിയ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ഫ്രാങ്ക്ലിൻ ജയിലിലായി. ആർ യു ഹാപ്പി നൗ പോലീസുകാരാ? അല്ല, എനിക്ക് അവന്റെ കൂട്ടുകാരനെ വേണം. എന്റെ മോനെ കൊന്നോണ്ട്. അവന്റെ കൂട്ടുകാരനല്ലേ എന്റെ മോനെ കൊന്നത്. എന്റെ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുഴിച്ചിട്ടപ്പോ അവനല്ലേ. അവന് ജയിലിലാവട്ടെ. അവന്റെ കൂട്ടുകാരനെ വേണം, കൂട്ടുകാരനെ. അവന്റെ കൂട്ടുകാരനല്ലേ അവനെ കൊന്ന. ഗായ്സ്, അപ്പൊ ഫ്രാങ്ക്ലിൻ ജയിലിലായി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൊണ്ട് സബ് ചെയ്യുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ്സില് ഹായ് ഇട്ടാ മതി, ഞാൻ റിപ്ലൈ ഇട്ടോ. ഓക്കെ ഗായ്സ്, ഗുഡ് ബൈ ആൻഡ് ഈദ് മുബാറക്.